ഹായ് ഫ്രണ്ട്സ്, സാബിഡി മലയാളത്തിൻ്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ OTT അപ്ഡേറ്റുകളാണ്. ഏറ്റവും പുതിയതായിട്ട് വന്നിരിക്കുന്ന സിനിമകളുടെ അപ്ഡേറ്റുകളും ഇന്ന് രാത്രി 12 മണിക്ക് ശേഷം റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്ന സിനിമകളും സീരീസുകളും ഏതൊക്കെയാണെന്നുള്ളതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. സുമതി വളവ് എന്ന് പറഞ്ഞ സിനിമയുടെ ഒഫീഷ്യൽ അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. ഈ സിനിമകളുടെയൊക്കെ അപ്ഡേറ്റുകൾ ഇന്നത്തെ വീഡിയോ നമ്മൾ പരിശോധിക്കാം. ഓക്കെ, അപ്പോൾ ഏതൊക്കെ സിനിമകളും സീരീസുകളാണ് നോക്കാം. അതിൽ ഒന്നാമത്തെ സിനിമ എന്നുള്ളത് ഒരു മലയാള ഡബ്ഡ് മൂവിയാണ്. റോബർ എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ഒരു ആക്ഷൻ ത്രില്ലർ ബാധിൽപ്പെട്ട സിനിമയാണ്. യൂട്യൂബിലാണ് ഈ ഒരു സിനിമ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തത് ഒരു തമിഴ് റൊമാൻറ്റിക് ഡ്രാമ വിഭാഗത്തിൽപ്പെട്ട സിനിമയാണ് സമ്മതമേ എന്ന് പറഞ്ഞ സിനിമ. യൂട്യൂബിലാണ് ഈ ഒരു സിനിമ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തത് ഒരു മലയാളം ഡ്രാമ വിഭാഗത്തിൽപ്പെട്ട സിനിമയാണ് മടപ്പള്ളി യുണൈറ്റഡ് എന്ന് പറഞ്ഞ സിനിമ. ആമസോൺ പ്രൈമിൽ ഇപ്പോൾ ഈ സിനിമ അവൈലബിൾ ആണ്. അടുത്തൊരു ലിമിറ്റഡ് സീരീസ് ആണ്, ഒരു ഇംഗ്ലീഷ് ക്രൈം ഡ്രാമ ത്രില്ലർ വിഭാഗത്തിൽപ്പെട്ട സീരീസാണ് ബ്ലാക്ക് റാബിറ്റ് എന്ന സീരീസ്. ഇംഗ്ലീഷ്, ഹിന്ദി, തമിഴ്, തെലുങ്ക് ഭാഷകളായിട്ട് നെറ്റ്ഫ്ലിക്സിലാണ് ഈ ഒരു സീരീസ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തൊരു തെലുങ്ക് റൊമാൻറ്റിക് കോമഡി വിഭാഗത്തിൽപ്പെടുന്നൊരു സിനിമയാണ് സുന്ദരകാണ്ട എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. തെലുങ്ക് ഭാഷ കൂടാതെ തമിഴ്, മലയാളം, കന്നഡ, ഹിന്ദി ഭാഷകളായിട്ട് ജിയോ ഹോട്ട്സ്റ്റാറിലാണ് ഈ ഒരു സിനിമ റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്നതായിട്ടുള്ളത്. സെപ്റ്റംബർ മാസം 23-ാം തീയതിയാണ്. അടുത്ത ധ്യാൻ ശ്രീനിവാസൻ പ്രധാന വേഷം കൈകാര്യം ചെയ്ത ഒരു സിനിമയായിരുന്നു ID ദ ഫേക്ക് എന്ന ഡ്രാമ ത്രില്ലർ വിഭാഗത്തിൽപ്പെട്ട സിനിമ. ഈ ഒരു സിനിമ നാളെ വൈകിട്ടോട് കൂടി, അതായത് സെപ്റ്റംബർ മാസം 19-ാം തീയതി സൈനപ്ലേ OTT പ്ലാറ്റ്ഫോമിൽ റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുകയാണ്. അടുത്തത് നമ്മുടെ യാമി ഗൗതം, പ്രിയാമണിയൊക്കെ പ്രധാന വേഷം കൈകാര്യം ചെയ്ത ആർട്ടിക്കിൾ 370 എന്ന ത്രില്ലർ വിഭാഗത്തിൽപ്പെട്ട സിനിമയുടെ അപ്ഡേറ്റ് ആണ്. C5 ആണ് ഈ സിനിമയുടെ OTT സ്വന്തമാക്കിയിട്ടുള്ളത്. ഇന്ന് രാത്രി 12 മണിക്ക് ശേഷം, അതായത് സെപ്റ്റംബർ മാസം 19-ാം തീയതി C5 ഈ ഒരു സിനിമ റിലീസ് ചെയ്യുന്നതാണ്. അടുത്തൊരു മലയാളം ഡ്രാമ ഫാൻറ്റസി വിഭാഗത്തിൽപ്പെട്ട സിനിമയാണ് രണ്ടാം യാമം എന്ന് പറഞ്ഞ സിനിമ. മലയാളം മാക്സിൽ ഇന്ന് രാത്രി 12 മണിക്ക് ശേഷം ഈ ഒരു സിനിമ റിലീസ് ചെയ്യുന്നതാണ്, അതായത് സെപ്റ്റംബർ മാസം 19-ാം തീയതി. ഷാരൂഖ് ഖാൻ്റെ മകനായ ആര്യൻ ഖാൻ സംവിധാനം ചെയ്ത സീരീസാണ് ദ ബാഡ്സ് ഓഫ് ബോളിവുഡ് എന്നാണ് സീരീസിൻ്റെ പേര് വരുന്നത്. നെറ്റ്ഫ്ലിക്സിൽ ഇന്ന് ഈ സീരീസ് റിലീസ് ചെയ്തിരിക്കുകയാണ്. ഹിന്ദി ഭാഷ കൂടാതെ തമിഴ്, തെലുങ്ക് ഭാഷകളായിട്ടാണ് ഒരു സീരീസ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത്. റിവ്യൂസ് കാര്യങ്ങളൊന്നും ഞാൻ നോക്കിയിട്ടില്ല. എന്തായാലും കണ്ട് റിവ്യൂ നിങ്ങൾക്ക് മുന്നിൽ എത്തിക്കാൻ ശ്രമിക്കുന്നതാണ്. അടുത്തത് ഒരു മലയാളം ആക്ഷൻ ത്രില്ലർ ഭാഗത്തിൽപ്പെട്ട സിനിമയാണ് അപ്പാനി ശരതൊക്കെ പ്രധാന വേഷം കൈകാര്യം ചെയ്ത ഓഫ് റോഡ് എന്ന് പറഞ്ഞ സിനിമ. ആമസോൺ പ്രൈമിലാണ് ഈ സിനിമ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തത് ഒരു ആനിമേഷൻ മൂവിയായിരുന്നു, ഹിന്ദി ആനിമേഷൻ മൂവിയായിരുന്നു മഹാവതാർ നരസിംഹ എന്ന് പറഞ്ഞ സിനിമ. ഈ വർഷത്തെ എല്ലാവരും കളക്ഷൻ, ഒരു ആനിമേഷൻ മൂവിക്ക് കിട്ടാവുന്ന കളക്ഷൻ, ഏറ്റവും കൂടുതൽ കളക്ഷൻ 300 കോടിക്ക് മുകളിൽ കളക്ഷൻ നേടിയ സിനിമയായിരുന്നു. നെറ്റ്ഫ്ലിക്സ് ആണ് ഈ സിനിമയുടെ OTT സ്വന്തമാക്കിയിട്ടുള്ളത്. നെറ്റ്ഫ്ലിക്സിൽ ഇന്ന് രാത്രി 12 മണിക്ക് ശേഷം, അതായത് സെപ്റ്റംബർ മാസം 19-ാം തീയതി ഹിന്ദി, തമിഴ്, തെലുങ്ക്, കന്നഡ, മലയാളം ഭാഷകളായിട്ട് റിലീസ് ചെയ്യുന്നതാണ്. അടുത്തത് മലയാള സിനിമയായ സുമതി വളവ് എന്ന് പറഞ്ഞ സിനിമയുടെ അപ്ഡേറ്റ് ആണ്. ഹൊറർ കോമഡി വിഭാഗത്തിൽപ്പെട്ട സിനിമയാണ്. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞത് ഈ ഒരു സിനിമ സെപ്റ്റംബർ മാസം ലാസ്റ്റ് വീക്ക് അല്ലെങ്കിൽ ഒക്ടോബർ മാസം ഫസ്റ്റ് വീക്കിലായിട്ട് റിലീസ് ചെയ്യുന്നതായിരിക്കും എന്നുള്ളത്. ഒഫീഷ്യൽ അപ്ഡേറ്റ് വന്നിട്ടില്ല, അതിന് ഡേറ്റ് കാര്യങ്ങളൊന്നും വന്നിട്ടില്ലായിരുന്നു. പക്ഷേ ഏറ്റവും പുതിയതായിട്ട് വന്നിരിക്കുന്ന അപ്ഡേറ്റുകൾ സൂചിപ്പിച്ചിരുന്നത് സെപ്റ്റംബർ മാസം ലാസ്റ്റ് വീക്ക് അല്ലെങ്കിൽ ഒക്ടോബർ മാസം ഫസ്റ്റ് വീക്കിൽ ഈ സിനിമ റിലീസ് ചെയ്യുന്നതായിരുന്നു. ഇന്ന് ഈ സിനിമയുടെ ഒഫീഷ്യൽ അപ്ഡേറ്റ് പുറത്തു വന്നിരിക്കുകയാണ്. C5 ആണ് ഈ സിനിമയുടെ OTT സ്വന്തമാക്കിയിട്ടുള്ളത്. C5 സെപ്റ്റംബർ മാസം ലാസ്റ്റ് വീക്ക്, അതായത് സെപ്റ്റംബർ മാസം 26-ാം തീയതി OTT റിലീസ് ചെയ്യുന്നതാണ് ഇപ്പോൾ ഏറ്റവും പുതിയതായിട്ട് വന്നിരിക്കുന്ന ഒഫീഷ്യൽ അപ്ഡേറ്റ് ആണ്. ഓക്കെ, അപ്പോൾ ഇത്രയും സിനിമകളുടെ സീരീസുകളുടെ അപ്ഡേറ്റുകളാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ പരിശോധിച്ചിട്ടുള്ളത്. ഇന്ന് രാത്രി 12 മണിക്ക് ശേഷം, അതായത് സെപ്റ്റംബർ മാസം 19-ാം തീയതി വേറെയും സിനിമകൾ റിലീസ് ഉണ്ട്. 19-ാം തീയതി റിലീസ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് മുന്നിലേക്ക് ഏതൊക്കെ സിനിമകളാണ് റിലീസ് ചെയ്തതിനുള്ള വീഡിയോ പിന്നെ അപ്ഡേറ്റുകൾ എത്തിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ടിരിക്കുക, ലൈക്ക് ചെയ്യാൻ, ഷെയർ ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ.